പരിചരണത്തിന്റെ സ്വഭാവമുള്ള സ്വയം ശുശ്രൂഷയാണ് വായന. ആശുപത്രികൾ അനുഭവങ്ങളുടെ ഖനിയാണെന്നും അതിനാൽ വായന പ്രോത്സാഹിപ്പിക്കുവാൻ നല്ല ശ്രമം വേണമെന്നും പ്രശസ്ത സാഹിത്യകാരൻ ഇ സന്തോഷ് കുമാർ അഭിപ്രായപ്പെട്ടു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വായനാ വാരാഘോഷങ്ങളും PN പണിക്കർ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിൻ്റെ ആയുസ് ഒരു എഴുത്തുകാരനോ അന്നത്തെ കാലത്ത് ഒരു വായനക്കാരനോ നിർണ്ണയിക്കാൻ പറ്റാത്ത വിധത്തിൽ വളരെ ഒരു നിത്യസ്മാരകം പോലെയൊക്കെ നിൽക്കുന്നതാണ് എന്നുള്ളതാണ്. അതൊരു വായനയുടെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വായന എന്നുള്ളത് അത്രയധികം പഴക്കമുള്ള ഒരു കാര്യമൊന്നല്ല. നമ്മൾ വിചാരിക്കും വായന എന്തോ കൽപ്പാന്തകാലൊക്കെ വർഷങ്ങളായിട്ട് നിൽക്കുകയാണ്. അതല്ല, വളരെ കുറച്ച് കാലത്തെ പഴക്കമുണ്ട്. ഈ നമുക്കറിയാവുന്ന പോലെ ഗുട്ടൻബർഗ് അച്ചടി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു 15-ാം നൂറ്റാണ്ടിലേക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. വളരെ ആകസ്മികമായിട്ട് അതുവരെയൊക്കെ ബൈബിളാണ് ആളുകളെ എഴുതിയുണ്ടാക്കുന്ന പുസ്തകം. അത് എഴുതിയുണ്ടാക്കുന്ന പുസ്തകം വർഷങ്ങളോളം ഒരു പ്രൊജക്റ്റാണ്. ഈ മൃഗങ്ങളുടെ തോലൊക്കെ ഉരിഞ്ഞ് അതിനെ വളരെ ബുദ്ധിമുട്ടി യൂറോപ്പിലെ കഠിനമായ തണുപ്പിൽ അതിരാവിലെ എഴുന്നേറ്റ് സന്യാസ സഭകളിലുള്ള അച്ഛന്മാരുടെ പണിയതാണ്. കുട്ടികളെ പഠിപ്പിക്കാനും ഡോക്ടർമാരാകാനും അച്ഛന്മാർക്ക് അന്നേരം ഇത് എഴുതിയുണ്ടാക്കലാണ്. അതായത് സന്യാസം ഒരു ജീവിതം മുഴുവൻ ഒരു 10, 40, 50 കൊല്ലം വരുന്ന ജീവിതം മുഴുവൻ ഇങ്ങനെ ബൈബിൾ എഴുതിയുണ്ടാക്കുക, അത് പ്രിസർവ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു. അതൊക്കെ മാറി പെട്ടെന്ന് വളരെ വലിയ തോതില് മറ്റാളുകളിലേക്ക് എത്താവുന്ന വിധത്തിലേക്ക് വായന മാറിയിട്ട് 100-700 കൊല്ലത്തേക്ക് പരിചയം. അമലയിലെ വിവിധ കോളേജുകളിലെയും ഓഫീസുകളിലെയും നല്ല വായനക്കാർക്കുള്ള പത്മഭൂഷൺ ഫാദർ ഗബ്രിയേൽ CMI അവാർഡുകളും അഖില കേരള അടിസ്ഥാനത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. അമല ജോയിന്റ് ഡയറക്ടർ ഫാദർ ആന്റണി പെരിഞ്ചേരി CMI അധ്യക്ഷത വഹിച്ചു. കേരള വെറ്ററിനറി സർവകലാശാല മുൻ ലൈബ്രറിയൻ ഡോക്ടർ EK മോഹൻലാൽ PN പണിക്കർ അനുസ്മരണം നടത്തി. കേരള കാർഷിക സർവകലാശാല ചീഫ് ലൈബ്രറിയൻ ഡോക്ടർ NB നിഷ വായനാ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. കോളേജ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ റെനീസ് ഡേവിസ്, ഷീബ ഭാസ്കർ, സിസ്റ്റർ മിനി SCV, ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ CMI, വിദ്യാർത്ഥി പ്രതിനിധികളായ ഡോൺ തോമസ്, സോനു സൂസൻ അബി, അമൽ TS, ആൽവ മേരി ചാക്കോ, അജ്നാൻ VK എന്നിവർ സംസാരിച്ചു. ചീഫ് ലൈബ്രറിയൻ പ്രൊഫസർ ഡോക്ടർ AT ഫ്രാൻസിസ് സ്വാഗതവും സീനിയർ ലൈബ്രറിയൻ ഗ്ലാഡിസ് ജോർജ് നന്ദിയും പറഞ്ഞു. അമല മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, മെഡിക്കൽ സ്റ്റുഡൻസ് കൗൺസിൽ, അരോഹ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വായനാ വാരാഘോഷം നടത്തിയത്. തിങ്കളാഴ്ച നടക്കുന്ന വായനയും മനഃശാസ്ത്രവും എന്ന വിഷയത്തിലുള്ള സെമിനാർ മനഃശാസ്ത്ര വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ PK പ്രീതി മേനോൻ, ചീഫ് ലൈബ്രറിയൻ പ്രൊഫസർ ഡോക്ടർ AT ഫ്രാൻസിസ് എന്നിവർ നയിക്കും.